മക്കളെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം പാർട്ട് 8 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലർ കറന്റ് ലൂപ്പ്. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ട്. എന്തുണ്ട് മക്കളെ? ഒരു റിംഗ് ഉണ്ട്. ഈ റിങ്ങിലൂടെ ആര് കടത്തിവിടാൻ പോവുകയാണ്? കറണ്ട് കടത്തിവിടാൻ പോവുകയാണ്. സോ ഇവിടെയാണെങ്കിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടറിന്റെ ഷേപ്പ് എന്താണ്? റിംഗ് ഷേപ്പുള്ള കണ്ടക്ടർ ഉണ്ട്. സോ ഞാൻ കണ്ടക്ടർ എടുക്കാൻ പോവാണ്. കണ്ടക്ടറിന്റെ ഷേപ്പ് എന്താണ്? റിംഗ് ഷേപ്പിലെ കണ്ടക്ടർ. സോ ഈ റിംഗ് എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാനാണെങ്കിൽ ഈ റിങ്ങിനെ ഇങ്ങനെ വെച്ചേക്കുകയാണ്. സോ ഈ റിങ്ങിനെ കണ്ടോ, ഞാൻ എന്ത് ചെയ്തേക്കുവാണ്? ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സോ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ ഈ പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണോ നിൽക്കുന്നത്? റിംഗ് ഇങ്ങനെയാണോ നിൽക്കുന്നത്? അല്ല, റിംഗ് എങ്ങനെയാണ്? ഈ പ്ലെയിനിലാണ് റിംഗ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് റിംഗ് നിൽക്കുന്നത്. 3D ആണ് ഇപ്പോൾ റിംഗ്. ഓക്കെ ആണോ? സോ എന്തിനാണ് ഞാൻ 3D റിംഗ് വരയ്ക്കുന്നത്? 3D റിംഗ് വരച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് 2D പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? കാര്യം ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് എന്ത് ചെയ്യാം? ബോർഡിൽ സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാകും. അതിന് വേണ്ടിയിട്ട് ഞാൻ റിംഗിനെ എന്ത് ചെയ്യിക്കുവാണ്? ഒരു 2D പ്ലെയിനിൽ നിന്നും 3D പ്ലെയിനിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചേക്കാണ്. റിംഗ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരി. നമ്മൾ 3D പ്ലെയിനിലാണെങ്കിൽ ആരെ കൊണ്ടുവച്ചിട്ടുണ്ട്? നമ്മൾ റിങ്ങിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ റിങ്ങിലൂടെ ഞാൻ I എന്നൊരു കുഞ്ഞി കറണ്ടിനെ ഒഴുക്കി വിടാൻ പോവുകയാണ്. സോ I എന്നൊരു കറണ്ടിനെ ഞാൻ ഇങ്ങനെ ഒഴുക്കി വിട്ടു. അപ്പോൾ നിങ്ങൾ പറയും, സാർ ഇത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണല്ലോ. ആണ്. ഇത് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഷേപ്പ് എന്താണ്? സർക്കുലർ ആണ്. അങ്ങനെയെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ ഇതിന് ചുറ്റും എന്തുണ്ടാവും മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. എനിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേണ്ട. എനിക്ക് വേണ്ടുന്നത് ആക്സിസ് ഉണ്ടാവും. അതിന്റെ ആക്സിസിലെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വേണം. അപ്പൊ എന്താ ആക്സിസ് എന്ന് പറയുന്നത്? നിങ്ങൾ പറയും, സാർ ഇതാണ് ആക്സിയൽ ലൈൻ. ഇവിടുത്തെ ഒരു പോയിന്റ് ഉണ്ട്. പോയിന്റ് സാർ, ഈ ആക്സിയൽ ലൈനിൽ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണ്, എനിക്ക് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിനു വേണ്ടി നമുക്ക് ആരെ ഉപയോഗിക്കാം? ബയോട്ട്-സവാർട്ട് ലോ ഉപയോഗിക്കാം. ഇത് ബയോട്ട്-സവാർട്ട് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. സോ ഇവിടെ നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യാൻ പോണത്? ബയോട്ട്-സവാർട്ട് ലോ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോണത്. ഓക്കെ, ബയോട്ട്-സവാർട്ട് ലോ എന്താ പറയണേ? ഇവിടെയാണെങ്കിൽ ഒരു കണ്ടക്ടർ ഉണ്ട്. ഏത് കണ്ടക്ടർ വേണം? ഒരു കറണ്ട് എലമെന്റ് വേണം. ആ കറണ്ട് എലമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആര് പറഞ്ഞു തരും? ബയോട്ട്-സവാർട്ട് ലോ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ പറയും, സാർ ഇവിടെ കറണ്ട് എലമെന്റ് എന്ത് ചെയ്യും? ഞാൻ പറയും, മക്കളെ കറണ്ട് എലമെന്റ് ഉണ്ടടാ. സോ ഇത് കറണ്ട് എലമെന്റ് ആണ്. ഒരു കുഞ്ഞ് കറണ്ട് എലമെന്റ് എടുത്തുണ്ടോ? ഇതൊരു കറണ്ട് എലമെന്റ് ആണ്. സോ I എന്നൊരു കറണ്ട് DL എന്ന് പറയുന്ന ഒരു കുഞ്ഞ് എലമെന്റിലൂടെ കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഉറപ്പായിട്ടും ഇവിടെയാണെങ്കിൽ DB എന്ന ഒരു കുഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അങ്ങനെയുള്ള കുറെ ഐഡിയലുകൾ ചേരുമ്പോഴാണ് ആരുണ്ടാവുന്നത്? നമ്മുടെ സർക്കുലർ കറണ്ട് ലൂപ്പ് ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ ഒരാളുടെ DB എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആകെ കണ്ടുപിടിക്കണം, നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ആകെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? സോ ഒരു കറണ്ട് എലമെന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ആര് പറഞ്ഞു തരും? ബയോട്ട്-സവാർട്ട് ലോ പറഞ്ഞു തരും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരെ കിട്ടും? ആകെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? എല്ലാ കറണ്ട് എലമെന്റും ഈ പോയിന്റിൽ ഉണ്ടാക്കിയ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കിട്ടും. സോ സിമ്പിൾ. ഓക്കെ ആണോ മക്കളെ? ശരി. സോ ഇവിടെ റിംഗ് ഉണ്ട്. ആ റിംഗിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. ക്യാപിറ്റൽ R റേഡിയസ് ഉണ്ട്. റിംഗിന്റെ റേഡിയസ് എത്രയാണ്? ക്യാപിറ്റൽ R. സോ ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള അകലമാണ് സ്മോൾ r. ഈ അകലം എത്രയാണ്? സെന്റർ Oയിൽ നിന്നും ഇവിടം വരെയുള്ള അകലം P വരെയുള്ള അകലമാണ് എത്രയാണ്? സ്മോൾ r. ഓക്കെ, സോ നമുക്ക് ബയോട്ട്-സവാർട്ട് ലോ അപ്ലൈ ചെയ്യാൻ പോവാണ്. ബയോട്ട്-സവാർട്ട് ലോ എങ്ങനെ അപ്ലൈ ചെയ്യണ്ടേ? നമുക്കറിയാം, DB ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് DB which is equal to mu0 by 4pi IDL sin theta divided by r square. ഇതാണ് ബയോട്ട്-സവാർട്ട് ലോ പറയുന്നത്. R എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും, അതായത് നമ്മുടെ കറണ്ട് എലമെന്റിൽ നിന്നും പോയിന്റിലേക്കുള്ള ഡെസ്റ്റിനേഷനിലേക്കുള്ള അകലമാണ് R എന്ന് പറയുന്നത്. സോ ഈ അകലം എത്രയാണ്? നമുക്ക് പറയണം, ഈ അകലം എത്രയാണ്? ഈ അകലം ഞാൻ പറയുന്നത് x ആണ്. അങ്ങനെയെങ്കിൽ അവിടെ മാറ്റണ്ടേ മക്കളെ? അവിടെ മാറ്റണം. അവിടെ എത്രയായിട്ട് മാറ്റണം? x ആയിട്ട് എഴുതണം. സോ ഇവിടെ r² അല്ല, പകരം ഇപ്പോൾ നമ്മൾ പറയണം ഇവിടെ എത്രയാണ്? x² ആണ്. ഓക്കെ ആണോ? സോ ബയോട്ട്-സവാർട്ട് ലോ പറയുന്നത് ഇതാണ്, കറണ്ട് എലമെന്റിൽ നിന്നും നമ്മൾ ഏത് പോയിന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിലേക്കുള്ള അകലമാണ് നമ്മുടെ ഈ പൊസിഷൻ എന്ന് പറയുന്നത്. അതിവിടെ x ആയിട്ട് എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? x ആയിട്ട് എടുക്കണം. ഇനി എന്താണ് സൈൻ തീറ്റ?
സോ നോക്ക്, ഇതാണ് നമ്മളുടെ സർക്കുലാർ ലൂപ്പ്. ഇനി നിങ്ങളുടെ ഭാവന വേണം, ഇമാജിനേഷൻ വേണം. സോ ഇത് നമ്മുടെ സർക്കുലാർ ലൂപ്പാണ് മക്കളെ. ഈ സർക്കുലാർ ലൂപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കറണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടുത്തെ ഒരു കുഞ്ഞ് എലമെന്റ് എടുത്തു, ഇതാണ് കറണ്ട് എലമെന്റ്. കണ്ടോ, ഞാൻ കറണ്ട് എലമെന്റ് ഇങ്ങനെ വരയ്ക്കാൻ പോകുന്നത്, ഇതാണ് കറണ്ട് എലമെന്റ്. ഈ സർക്കുലർ ലൂപ്പിന്റെ ഒരു കുഞ്ഞു പീസാണ്, ഇതാണ് കറണ്ട് എലമെന്റ്. കറണ്ട് എലമെന്റും പൊസിഷൻ വെക്ടറും തമ്മിലുണ്ടാക്കുന്നത്, കറണ്ട് എലമെന്റ് ആണെങ്കിൽ കറണ്ട് എലമെന്റും കണ്ടോ, കറണ്ട് എലമെന്റും ഇത് പൊസിഷൻ വെക്ടർ ആണെങ്കിൽ, എക്സ് എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ ആണെങ്കിൽ, അവയ്ക്കിടയിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. എത്രയായിരിക്കും? എപ്പോഴും എങ്ങനെയാണെങ്കിലും 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഇത് 3D ആണ്. ഞാൻ പറഞ്ഞത് 3D ആണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റെന്താണ്? 2D ആണ്, ഈ പ്ലെയിനിലാണ്. സോ ഇത് 3D ആണ്, ഇത് 2D ആണ്. എന്താണിത്? 2D. ഇതെന്താണ്? 3D. ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. നോക്ക്, ഏത് പൊസിഷൻ എടുത്താൽ എത്രയായിരിക്കും? ഇവിടെ 90 ഡിഗ്രി. മനസ്സിലായോ? ഇങ്ങനെ മാറുമ്പോഴാണ് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നത്. സോ ഈ ആക്സിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ DL-ഉം അതുപോലെ ആ നമ്മളുടെ എക്സ് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? എപ്പോഴും 90 ആയിരിക്കും. സോ ഈ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി. സോ ഇതിന്റെ വാല്യൂ എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. സോ നമുക്ക് പറയാം dB which is equal to mu0/4 IDL. ബാക്കിയെല്ലാം 1 ആയി പോയി, ഡിവൈഡ് ബൈ x². ഓക്കെ ആണോ? സോ നമുക്ക് dBന്റെ വാല്യൂ കിട്ടി, മാഗ്നിറ്റ്യൂഡ് കിട്ടി. നമുക്കറിയാം dBക്ക് ഡയറക്ഷൻ ഉണ്ട്. dBക്ക് എന്തുണ്ട് മക്കളെ? ഡയറക്ഷൻ ഉണ്ട്. ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എങ്ങനെയാണോ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ്. ശരിയാണോ? പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. സോ dB എങ്ങനെയാണ്? പൊസിഷൻ വെക്ടറിന് എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. കണ്ടോ, dB കണ്ടോ. അതുപോലെ നമുക്ക് ഇതേ കേസിൽ നമുക്ക് മറ്റൊരു കറണ്ട് എലമെന്റും എടുക്കാം. നോക്ക്, കാര്യം ഇത് സിമെട്രിക് ആണ്. എന്താണ് മക്കളെ? സിമെട്രിക് ആണ്. റിംഗ് എന്ന് പറയുന്നത് എന്താണ്? സിമെട്രി ഉള്ളതാണ്. സോ ഇവിടെ ഒരു കറണ്ട് എലമെന്റ് എടുക്കുമ്പോൾ അതുപോലെ അതിന് എതിർഭാഗത്ത് എന്തുണ്ടാവും? ഒരു കറണ്ട് എലമെന്റ് എടുക്കേണ്ടി വരും. എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്ക്, ഞാൻ എതിർഭാഗത്തും ഒരു കറണ്ട് എലമെന്റ് എടുത്തു. എന്തിനാണ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കറണ്ട് എലമെന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇന്ററാക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ അതിൽ ചില കമ്പൗണ്ടുകൾ എന്ത് ചെയ്യും? നഷ്ടമായി പോകും, ക്യാൻസൽ ആയി പോകും. കാണിച്ചു തരാം. സോ ഇവിടുന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഞാനൊരു കറണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ മറ്റൊരു കറണ്ട് എലമെന്റ് ഉണ്ട്. കണ്ടോ, I എന്ന കറണ്ട് ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഇത് മറ്റൊരു കറണ്ട് എലമെന്റ് ആണ്. ഇങ്ങനെ അനേകായിരം കറണ്ട് എലമെന്റ് ഉണ്ട്. പക്ഷെ ഇതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അവനും എന്ത് ചെയ്യും? ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. നോക്ക്, ഇതാണ് നമ്മളുടെ, ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് തന്നെയാണ്. ശരിയാണോ? അത് പൊസിഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ എന്തുണ്ടാവും മക്കളെ? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇന്ററാക്ട് ചെയ്യും. എങ്ങനെ ഇന്ററാക്ട് ചെയ്യും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയാണെങ്കിൽ നമുക്ക് കമ്പോണൻസ് ആയിട്ട് മുറിക്കാം, ഇതിനെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് മുറിക്കാം. സോ ഞാൻ കമ്പോണൻസ് ആയിട്ട് മുറിക്കാൻ പോവുകയാണ്. ഞാൻ ഇതിനെ കമ്പോണൻസ് ആയിട്ട് മുറിച്ചു. കണ്ടോ, ഇതിനെ 2 കമ്പോണൻസ് ആയിട്ട് മുറിച്ചു. മക്കളെ, ഈ ഒരു ആംഗിൾ ഫൈ ആണെന്ന് കരുതിക്കൂ. എന്താണ്? ഫൈ. അങ്ങനെ ഈ പറഞ്ഞു തന്നെ ഇത് കണ്ടോ, നോക്ക്, ഇത് 90 ആണ്. ഇത് എത്രയാണ്? 90 ആണ്. സോ എത്രയായിരിക്കും ഇത്? 90 മൈനസ് 5. മക്കൾ, ഇത് ഫുള്ളും നോക്ക്, പൊസിഷൻ വെക്ടറിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് dBയിലുള്ള ആംഗിൾ എത്രയാണ്? അത് 90 ആണ്. സോ ഇത്രയും ഭാഗം 90 മൈനസ് 5 ആണെങ്കിൽ എത്രയായിരിക്കും? ഇത് 5 ആയിരിക്കും. സോ ഇത് 5 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് 5 ആണ്. അങ്ങനെയെങ്കിൽ dBക്ക് ആംഗിൾ അടുത്തുള്ള കമ്പൗണ്ട് ഏതാണ്? dB cos 5. സോ ഇതെന്താണ്? dB cos 5 ആണ്. ഇതെന്താണ്? dB sin 5 ആണ്. മനസ്സിലായോ? സോ എങ്ങനെയാണ് നമ്മൾ ആംഗിളിനെ എടുത്തത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ആംഗിളിനെ എടുത്തത്? ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. നോക്ക്, ആംഗിളിനെ എങ്ങനെ എടുത്തു? ഞാൻ ഈ ആംഗിളിനെ എങ്ങനെയാണ് എടുത്തത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്ക്, ഒന്നുകൂടെ കാണിച്ചു തരാൻ പോവുകയാണ്. മക്കളെ, ഇത് 5 ആണെന്ന് കരുതിക്കോടാ. ഇത് 5 ആണ്. അങ്ങനെയെങ്കിൽ ഇതെന്താണ്? നമുക്ക് ഓരോന്ന് എടുക്കാം. ഇത് 5 ആണെങ്കിൽ അപ്പുറത്ത് നോക്ക്, ഇതെന്താണ്? ഇത് ഫുള്ള് 90 ആണ്. ഈ 90യിൽ നിന്നും ഈ 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 90 മൈനസ് 5 കിട്ടത്തില്ലേടാ? കിട്ടും.
ഇനി അടുത്തവരെടുത്ത് നോക്ക്, ഇതെന്താണ്? ഇവരുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? ഇതുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ 90 ആണ്. പൊസിഷൻ വെക്ടറും ഡി ബിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 90 ആണ്. സോ ഇത് 90 മൈനസ് 5 ആണ്. ഇതെന്തായിരിക്കും? ഇത് 5 ആയിരിക്കും. സോ ഡി ബിക്ക് ഫൈക്ക് അടുത്ത് കിടന്ന കമ്പൗണ്ട് ഏതാണ്? ഡി ബി കോസ് 5. ഇതെന്താണ്? ഡി ബി സൈൻ 5. സോ ഡി ബിക്ക് 2 കമ്പോണൻസ് ഉണ്ട്, 2 കുഞ്ഞു മക്കളുണ്ട്. ഏതൊക്കെയാണ്? ഡി ബി കോസ് 5ഉം ഡി ബി സൈൻ 5. അതുപോലെ ഈ ഡി ബിക്ക് എന്ത് ചെയ്യാം? നമുക്ക് കമ്പൗണ്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? കമ്പൗണ്ട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. മക്കളെ, ഇത് 5 ആണെങ്കിൽ എന്തുമായിരിക്കും? ഇത് 5 ആയിരിക്കും. ഒരേ സ്ഥലത്ത് കിടക്കുകയാണ്, ഇത് 5 തന്നെ ആയിരിക്കും. സോ എന്തായിരിക്കും? ഇത് ഡി ബി കോസ് 5 ആയിരിക്കും. ഇതെന്തായിരിക്കും? ഡി ബി സൈൻ 5 ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഡി ബി കോസ് 5ഉം ഈ ഡി ബി കോസ് 5ഉം ഓപ്പോസിറ്റ് കിടക്കുകയാണ്, സെയിം ആണ്, ഓപ്പോസിറ്റ് കിടക്കുകയാണ്. അവ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഈ 2 ഡി ബി സൈൻ 5 മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് 2 കറണ്ട് എലമെന്റ് എടുത്തപ്പോൾ നിങ്ങൾക്ക് 2 ഡി ബി സൈൻ 5 കിട്ടി. ഇതൊരു ഡി ബി സൈൻ 5, ഇത് മറ്റൊരു ഡി ബി സൈൻ 5. സോ 2 കറണ്ട് എലമെന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഡി ബി സൈൻ 5 കിട്ടി. അങ്ങനെയെങ്കിൽ 4 കറണ്ട് എലമെന്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? 4 ഡി ബി സൈൻ 5 കിട്ടും. ശരിയാണോ? 10 എടുക്കുമ്പോഴോ 10 ഡി ബി സൈൻ 5 കിട്ടും. അപ്പം നമുക്ക് മനസ്സിലായി, ആകെ കണ്ടുപിടിക്കണമെങ്കിൽ ഡി ബി അല്ല ഡി ബി സൈൻ 5 ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ കണ്ടുപിടിച്ച എന്താണ്? ഡി ബി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഡി ബിയിലെ ഒരു ആൾ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോവും. ഡി ബി എന്ന വെക്ടറിന്റെ ഒരു കമ്പൗണ്ട് എന്ത് ചെയ്യും മക്കളെ? അത് ക്യാൻസൽ ആയി പോവും. മറ്റേ കമ്പൗണ്ടിന്റെ എന്ത് ചെയ്യണം? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഓക്കെ ആണോ? സോ ഇവിടെയാണെങ്കിൽ ഡി ബി കോസ് 5 ക്യാൻസൽ ആയിപ്പോയി. ആര് മാത്രമേ ഉള്ളൂ? ഓരോ കറണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം ഡി ബി സൈൻ 5 മാത്രമേ കിടക്കുകയുള്ളൂ. ഡി ബി സൈൻ 5 നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആകെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. സോ സിമ്പിൾ. ശരി, നമുക്ക് ആരെ ചെയ്യാം? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആരെയാണ്? സോ ആകെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമോ? നമുക്ക് മാറ്റി എഴുതാം. സ്പേസ് ആവശ്യമാണല്ലോ, നമുക്ക് മാറ്റി എഴുതാം. ആകെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമോ? കണ്ടുപിടിക്കണം. ആകെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഉണ്ടോ? എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യണം. ആരെയാണ്? ഡി ബി സൈൻ 5കളെ എന്ത് ചെയ്യണം മക്കളെ? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഡി ബി സൈൻ 5കളെ കണ്ടോ? ക്ലോസ് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് എവിടെ തുടങ്ങിയോ അവിടെ അവസാനിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിനാണ് ക്ലോസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒന്നും ഇല്ല. എവിടെ തുടങ്ങുന്നോ അവിടെ എന്ത് ചെയ്യണം? അവസാനിക്കണം. അതാണ് ക്ലോസ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. സോ ഡി ബിന്റെ വാല്യൂ നമുക്കറിയാം. ഡി ബിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. സൈൻ 5 എന്താണ്? നമുക്ക് നോക്കാം. സൈൻ 5 എന്താണ് നോക്കാം. സൈൻ 5 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ട്രയാങ്കിൾ ഇതിന് പേര് കൊടുത്തേ എ. സോ എ ഒ പേര് കൊടുത്തേ പി. സോ ട്രയാങ്കിൾ എ ഒ പി എടുത്ത് നോക്കി. ട്രയാങ്കിൾ എ ഒ പിയിൽ സൈൻ 5 പറഞ്ഞു തന്നേ. നിങ്ങൾ പറയും സർ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. സോ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 6 ആണ്. ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് x ആണ്. ഓക്കെ ആണോ? സോ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ബിക്ക് പകരം പറയണം μ0 ക്ലോസ് ഇന്റഗ്രൽ μ0 ഡിവൈഡ് ബൈ 4 പൈ ഐ ഡി എൽ. സൈൻ 5ക്ക് പകരം പറയാം. സൈൻ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സൈൻ 5 ആണ്, ഇത് സൈൻ 5 ആണ്. ഈ സൈൻ 5ക്ക് പകരം പറയാം എന്താണ്? 6 ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയാം. ഇനി എന്തുണ്ട്? ഇതിന്റെ ആരുണ്ട്? x² ഉണ്ട്. സോ x². സോ ഇത്രയും ഭാഗം ഡി ബി ആണ്. എന്താണ്? സൈൻ 5 ആണ്. സോ ഡി ബി സൈൻ 5. ഡി ബി സൈൻ 5. സോ ഇവിടെ x² എക്സും ഇല്ലേ? അതെന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് x³ എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടും ബി. സോ നമുക്ക് എന്ത് കിട്ടും? ബി വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കോൺസ്റ്റന്റ് എല്ലാം പുറത്തുകൊണ്ട് വരാം. μ0 പുറത്തുകൊണ്ട് വന്നു, 4 പൈ പുറത്തുകൊണ്ട് വന്നു, ഐ ഒരു കോൺസ്റ്റന്റ് ആണ് പുറത്തുകൊണ്ട് വന്നു. പിന്നെ ആരുണ്ട്? ക്യാപിറ്റൽ ആർ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തുകൊണ്ട് വന്നു. x³ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെയും പുറത്തുകൊണ്ട് വന്നു. ഇനി ആരാ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? നമ്മളുടെ ഡി എൽ ആണ് ഇവിടെ വേരിയബിൾ ആയിട്ട് കിടക്കുന്നത്. ഡി എൽ എന്ത് ചെയ്യണം? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. മക്കളെ എന്താണ് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കുഞ്ഞൻ എലമെന്റ് ആണ് ഡി എൽ എന്ന് പറയുന്നത്. സോ ഇന്റഗ്രൽ ഡി എല്ലിന്റെ മീനിങ് എന്താണ്? ആകെ ലെങ്ത്. സർക്കുലർ ലൂപ്പിന്റെ ആകെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? സർക്കംഫറൻസ് ആണ്. ഇതെന്താണ്? സർക്കംഫറൻസ് ആണ്. അതായത് 2πr ആണ്. സോ 2πr ആണ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഈ പറഞ്ഞ μ0 by 4 പൈ
ഐ ഡി അല്ലാണ്ട് ഇന്റഗ്രൽ ഡി എല്ലിന് പകരം പറയാം 2πr എന്ന് പറയാം. സോ 2πr. ഇനി ആരുണ്ട്? ഒരു ആറും കിടപ്പുണ്ട്. ആ ആറ് കൂടെ ചേരുമ്പോൾ എന്ത് ചെയ്യും? ആർ സ്ക്വയർ ആകും. സോ ഇത് 2πr ആണ്. ഈ ആറ് കൂടെ ചേരുമ്പോൾ ആർ സ്ക്വയർ ആകും. ഡിവൈഡ് ബൈ എന്തുണ്ട്? എക്സ് ക്യൂബ്. ഡിവൈഡ് ബൈ എക്സ് ക്യൂബ്. ശരി, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്യാൻസൽ ആക്കാൻ ആൾക്കാരെ ക്യാൻസൽ ആയി കളയാം. സോ ഇവിടെയാണെങ്കിൽ 2π ഉണ്ട്, ഇവിടെ ഒരു 4π ഉണ്ട്, നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടും. ശരിയാണോ? ഇനി നമുക്ക് എക്സ് ക്യൂബ് ഉണ്ട്. എന്താ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം അനുസരിച്ച് എക്സ് എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ പ്ലസ് എന്താണ്? ആർ സ്ക്വയർ ആണ്. സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ പറയാം എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. റൂട്ടിന് പകരം എന്ത് പറയാം? ഹോൾ റേസ് ടു 1/2 എന്ന് പറയാം. സോ എക്സ് ക്യൂബ് ആണെങ്കിൽ ഇവിടെയും ക്യൂബ് ഇട്ട് കൊടുക്കേണ്ടി വരും. ശരിയാണോ? സോ എക്സ് ക്യൂബിന് പകരം പറയാം വിച്ച് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡ് ബൈ 4π ഐ. ഉണ്ടോ? ഐ. ഇനി ഇവിടെ ആരുണ്ട്? ആർ സ്ക്വയർ ഉണ്ട് അല്ലേ? ആർ സ്ക്വയർ ഉണ്ട്. ഈ 4π ഇല്ല, പകരമാണെങ്കിൽ എന്തേ ഉള്ളൂ? 4π ഇല്ല, പകരം എന്തേ ഉള്ളൂ മക്കളെ? 2a ഉള്ളൂ. 2a ഉള്ളൂ. 2a ഉള്ളൂ. 2 μ0 ഡിവൈഡ് ബൈ 2 ഐ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ക്യൂബിന് പകരം പറയണം എന്താണ്? ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡെറിവേഷൻ. സോ μ0 ഐ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ആണ് ഇവിടുത്തെ ഈ പോയിന്റിലെ പി എന്ന പോയിന്റിലെ ആകെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ മക്കളെ, ഇത്രയും കാര്യം മനസ്സിലായോ? ഇനിയാണെങ്കിൽ നമുക്ക് ഇവിടെ കേസ് 1ഉം കേസ് 2 ഒക്കെ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. സോ ഇവിടെയാണെങ്കിൽ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മുടെ കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പിന്റെ ആണെങ്കിൽ നമ്മുടെ ഈ ആക്സിൽ പോലെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ്. നമ്മൾ ബയോട്സ് വാട്ടിയുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചു. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റും കംപ്ലീറ്റ് ഡെറിവേഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.